ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡിയോൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പച്ചമാങ്ങ ഉണ്ടല്ലോ. ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ട് നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എണ്ണ മാങ്ങയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ അമ്മയുമുണ്ട്. അമ്മയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് എണ്ണ മാങ്ങ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് എണ്ണ മാങ്ങ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഇതിൽ വെള്ളമയം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിൽ ചെറിയ കഷണങ്ങളായി മുറിക്കണം. ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരേണ്ടതാണ്. അതുപോലെ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ അമ്മ മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് അധികം പുളിയില്ല കേട്ടോ മൂവാണ്ടൻ മാങ്ങയ്ക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ, സേഫായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇതാ മാങ്ങയെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് വറുത്ത് കോരണം. അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ് കേട്ടോ. വേറൊരു എണ്ണയും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഇത് വറുത്തെടുക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കുറച്ചായിട്ട് ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ ദാമ്മ മാങ്ങ കഷ്ണങ്ങളൊക്കെ എണ്ണയിലേക്ക് ഇട്ടു. ഇതിനിയൊന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറ്, അതായത് ഏകദേശം ഒരു നമ്മൾ ചിപ്സൊക്കെ വറക്കുമ്പോൾ ഒരു അവസാനം ഒരു മൂത്ത് വരുമ്പോഴത്തേക്കിനൊരു സ്ക്രിപ്റ്റ്നെസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പാകം വരെ വറക്കുക. പിന്നെ നമ്മൾ മാങ്ങ എത്ര വറുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ മാങ്ങ കഷ്ണങ്ങളൊക്കെ വറുത്ത് എടുക്കുക. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മാങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മാങ്ങ കഷ്ണങ്ങളും കൂടെ വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബാക്കി മാങ്ങ കഷ്ണങ്ങൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്യണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അമ്മ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എരിവുള്ള 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാം. പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. ഒരു 1.25 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതും ഒരു 1.25 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ മിക്സ് ചെയ്യുമ്പം മാങ്ങയിലേക്ക് ഒന്നും പിടിക്കില്ല. അപ്പം മാങ്ങയിലേക്ക് പിടിച്ച് വരുമ്പോഴത്തേക്കിന് ഉപ്പൊക്കെ കുറഞ്ഞ് വരും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ പുളിയുള്ള മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഉപ്പ് ഇച്ചിരി ഏറെ ചേർക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടിയും മാങ്ങ കഷ്ണങ്ങളും എല്ലാം അമ്മ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് മാങ്ങ വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മൊത്തത്തിലൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ എത്ര നിങ്ങൾ കൂടുതലായി എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ലെണ്ണയുടെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണയൊഴിച്ച് മാങ്ങയും പൊടിയും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.